മീനം രാശി പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് വ്യാഴം 2015 ജൂലൈ മാസം 14 തീയതി വരെ 5-ാം ഭാവത്തിലും അതിനുമേൽ 6-ലും, ശനി 2014 നവംബർ 2 വരെ അഷ്ടമത്തിലും അതിനുമേൽ 9-ലും, രാഹു 7-ലും, കേതു ജന്മത്തിലും ആകിയാൽ പൊതുവെ ഈ വർഷം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യമായ കാലമാണ്. വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ സഫലമാകും. തൊഴിൽപരമായും കുടുംബപരമായും അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണ്. കലഹിച്ച് നിന്നിരുന്ന ദമ്പതികൾ ഒന്നിച്ചു ചേരുവാനുള്ള അവസരങ്ങളും ഈ വർഷം പൊതുവെ ഉണ്ടാകുന്നതാണ്. സന്താന ഗുണം, കുടുംബസുഖം എന്നിവ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും മറ്റും ലഭിക്കാം. പുതിയ കർമാരംഭം, പുതിയ ഗൃഹനിർമ്മാണ യോഗം, ഉയർന്ന സ്ഥാനമാന ലബ്ധി തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകും. ചില ഭാഗങ്ങളിൽ നിന്ന് ദുരാരോപണങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകാമെങ്കിൽ തന്നെയും ധീരമായി അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. സിനിമ മുതലായ കലാരംഗത്തുള്ളവർക്ക് പ്രവർത്തന മേഖലയിൽ നേട്ടവും വിജയവും പ്രതീക്ഷിക്കാം. അഗമ്യമായിരിക്കുന്ന മാർഗങ്ങളിൽ കൂടി ധനസമ്പാദനത്തിന് ശ്രമിക്കും. നേത്രസംബന്ധമായുള്ള അസുഖങ്ങൾക്കും ഈ വർഷത്തിൽ പൊതുവെ സാധ്യത കാണുന്നു. ദുർചിന്തകൾ മനസ്സിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. വാഹനം, ഭൂമി എന്നിവ നിമിത്തമായി ധനാഗമം പ്രതീക്ഷിക്കാം. യാത്രകൾ ഫലവത്താവുകയും സജ്ജന ബഹുമാന്യതയും ഫലം തന്നെയാണ്. പെട്ടെന്നുണ്ടാകുന്ന കോപം നിമിത്തം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുള്ളതിനാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ദുർഗാദേവി ക്ഷേത്രത്തിൽ കഠിനമധുര നിവേദ്യസഹിതം രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തിക്കുക. ധർമ്മദൈവ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശി